മലബാറിലെ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിലെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാകും. കേരളത്തിൻ്റെ ഒരു സാധ്യതയാണ് മലബാർ ടൂറിസം വികസിക്കൽ. അത് ഫോക്കസ് ചെയ്ത് ഇടപെട്ടു. വയനാട് ടൂറിസത്തിന് വേണ്ടി പ്രത്യേക മാർക്കറ്റിംഗ് ബാംഗ്ലൂരിൽ ഉൾപ്പെടെ നടത്തി. ഈ ഒരു സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ് കേരളത്തിൽ വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ 3 ജില്ലകൾ, നേരത്തെ ഈ പട്ടികയിൽ അത്രത്തോളം വരാതിരുന്ന ജില്ലകൾ, പ്രധാനപ്പെട്ട സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച ജില്ലകളുടെ പട്ടികയിലേക്ക് വന്നത്. അത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ്. മലബാർ ടൂറിസത്തിൻ്റെ കുതിപ്പ് കേരളത്തിന് വലിയ നിലയിൽ, കേരള ടൂറിസത്തിന് വലിയ കരുത്ത് നൽകുന്നതാണ്. ഇതിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണം പൊതുവെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നല്ല നിലയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. 2024 വിദേശ സഞ്ചാരികളുടെ എണ്ണത്തേക്കാൾ 2025 ആയപ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ചു. 8,21,999 വിദേശ സഞ്ചാരികളാണ് കേരളം സന്ദർശിച്ചത്. അത് ഒരാളും കൂടി എണ്ണം കൂടിയിരുന്നെങ്കിൽ 8,22,000 ആയിരുന്നു. അതിൻ്റെ തൊട്ടടുത്തെത്തി. 2024 വിദേശ സഞ്ചാരികളുടെ എണ്ണത്തേക്കാൾ 11.33% വർധനമുണ്ടായി എന്നുള്ളത് ഞാൻ ഇവിടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. അതിൽ UK, US, ഒമാൻ, ജർമ്മനി, ഫ്രാൻസ്, മലേഷ്യ, ഓസ്ട്രേലിയ, മാലദ്വീപ്, സൗദി അറേബ്യ, UAE, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് സഞ്ചാരികളാണ് കേരളത്തിലേക്ക് കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത്. വിദേശ സഞ്ചാരികളുടെ എണ്ണം വർധനവ് വലിയ നിലയിലേക്കുള്ള സന്തോഷം നൽകുന്നതാണ്. ഇത് പൊതുവെ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഏറെ കരുത്ത് നൽകുന്നതാണ്. ഇനിയും ഓരോ വർഷവും വർദ്ധിച്ച് കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റായി മാറാൻ വേണ്ടി പോകുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത.